ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് എങ്ങനെ കുഴപ്പമാകുക? ഇസ്ലാം അല്ല, കമ്മ്യൂണിസം മാത്രമാണ് ശരിയെന്ന് കമ്മ്യൂണിസത്തിന് പറഞ്ഞൂടെ? കോൺഗ്രസ് മാത്രമാണ് ശരിയെന്ന് കോൺഗ്രസിന് പറഞ്ഞൂടെ? എപ്പോഴാണ് പ്രശ്നമാകുക? ആ ശരി എല്ലാവരും നിർബന്ധപൂർവ്വം സ്വീകരിക്കണം. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന രീതിയിലേക്ക്, ആ ഒരു ഫാസിസത്തിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോഴാണ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വരുന്നത് അവരൊരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സലഫുകളുടെ മാർഗം സ്വീകരിച്ചവരാന്ന് പറഞ്ഞിട്ടില്ല. അവർ രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ള ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നതാണ്. ഇത് തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. മുജാഹിദീൻ ജമാഅത്ത് വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത്? ആദ്യത്തെ ഒരു 3 നൂറ്റാണ്ട് കാലം മുസ്ലിം എന്ന് പറയുന്നത്, ഇസ്ലാമിസം എന്ന് പറയുന്നത് ശുദ്ധമായിരുന്നു. എന്നാൽ അത് വിവിധ ലോകങ്ങളിലേക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചാരത്തിലായി പോയപ്പോൾ ഈ തദ്ദേശീയ സംസ്കാരവുമായിട്ട് അത് ഇടകലർന്നു. അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി. അതുകൊണ്ട് ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നവരാണ് ഈ മുജാഹിദുകളും അതുപോലെ തന്നെ ജമാഅത്തുകളും ഒക്കെ. അതായത് ശുദ്ധ ഇസ്ലാം വാദം എന്ന് പറയുന്ന ഒരു വാദമാണ്. അതേസമയം അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗമാണ് ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ പറയുന്നത് തദ്ദേശീയ സംസ്കാരവുമായി ചേർന്നിട്ട് ഇടകലർന്നിട്ടുള്ള ഒരു മുസ്ലിം ആശയത്തെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം ചന്ദനക്കുടം പോലുള്ള ആഘോഷങ്ങളെ ഈ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, നബിദിന ആഘോഷത്തെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്, അതുപോലെ ദർഗകളെ മുജാഹിദീൻ വിഭാഗം എതിർക്കുകയാണ്. ഏകദേശം കഠിനമായ പുനരുത്ഥാനവാദം, മത പുനരുത്ഥാനവാദമാണ് ആ വിഭാഗം ഉന്നയിക്കുന്നത്. റിപ്പോർട്ടർ ടിവിയിലെ ഏറ്റവും സീനിയറായ റിപ്പോർട്ടർമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണൻ. അദ്ദേഹം റിപ്പോർട്ടർ ടിവിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ നടത്തിയ ചർച്ചയിൽ മെക്സവനുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. മുമ്പ് സമസ്തയുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലും ചർച്ചയിൽ ഇതുപോലൊരു പരാമർശം, പ്രത്യേകിച്ച് മുജാഹിദുകളുമായി ബന്ധപ്പെട്ട് അവർ ഈ ശുദ്ധ ഇസ്ലാം അത് പ്രചരിപ്പിക്കുകയാണ്, അത് എന്തോ ഒരു അപകടമാണ് തുടങ്ങിയ രൂപത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം വളരെ ഈ ഒരു സെക്യുലറിസത്തെ ഏറ്റവും നന്നായി മുറുകെ പിടിക്കുന്ന വ്യക്തിയും അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വളരെ നന്നായി അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ആളും, അതുപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അത്രയും ഷാർപ്പായി കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചോ എന്നതാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം. അതെ, ഉണ്ണി ബാലകൃഷ്ണന് പഴിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പ്രഗത്ഭനാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം ഇന്ന് ഈ സെക്യുലറിസത്തിൻ്റെ ഒരു മരണമണി മുഴങ്ങിയ ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഈ കാലഘട്ടത്തിൽ ഓരോ വിഷയം വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാത്രിയിലുള്ള ചർച്ച ഇതിൽ മതേതര വിശ്വാസികൾക്ക് ബഹുസ്വരത കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വിഷയത്തിൻ്റെ വേരിലേക്ക് പോയി അതിനെ ശരിക്കും ലളിതമായി സാധാരണക്കാരൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് ഇവിടെ തമ്മിൽ പാടില്ല, നമ്മൾ തമ്മിലടിക്കാൻ പാടില്ല എന്ന പോയിന്റിൽ കൊണ്ടുവന്ന് അതിനെ കുറ്റിയിൽ കെട്ടി ഈ ഒരു കേരളത്തിൻ്റെ പൊതുബോധത്തെ പോസിറ്റീവായി തിരിച്ചു വിടുന്നതിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന നമ്മൾ ചെറുതായി കാണാൻ കഴിയില്ല. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് തെറ്റിയിട്ടുണ്ട്. ആ തെറ്റിയത് അദ്ദേഹം എല്ലാവരുടെയും തെറ്റ് ദിവസവും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് നമ്മളും എന്ത് ചെയ്യുന്നു, ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അദ്ദേഹവും ഇത് ശ്രവിക്കും, മനസ്സിലാക്കുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഒരു ശരി എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയണ ഇപ്പം നമ്മൾ കേട്ട ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പിൻ്റെ അപ്പുറം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം ശരിയാണ്, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ കാര്യം ശരിയാണ്. പക്ഷെ അവസാനം അത് പറഞ്ഞ് സ്ഥാപിക്കുന്ന കാര്യം അപകടകരവുമാണ്. അതാണ് എനിക്ക് ഉള്ള ഒരു ടേക്ക്. ശരി ഏതാണെന്ന് ചോദിച്ചാൽ, അതായത് അദ്ദേഹം പറഞ്ഞതിലുള്ള ശരി എന്ന് പറയുന്നത് ശുദ്ധിയിലേക്ക് മടങ്ങണമെന്നാണ് ഇവിടെ മുജാഹിദുകൾ പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ ഒറിജിൻ ടെക്സ്റ്റിലേക്കും അതിൻ്റെ ആദ്യകാലക്കാരിലേക്കും അതിൻ്റെ ആ ഒരു ശുദ്ധ പ്രകൃതിയിലേക്കും മടങ്ങിപ്പോകണം എന്നാണ് ഇവിടെ മുജാഹിദുകൾ വാദിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ആ ഭാഗം ശരിയാണ്. അദ്ദേഹം നിരീക്ഷണം വളരെ ശരിയാണ്. അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യണത് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നതും പ്രചരിപ്പിക്കുന്നതൊക്കെ. ഇതിനാണെന്ത് നമ്മൾ അറബി ഭാഷയിൽ സാധാരണ മൻഹജ് എന്നാണ് പറയാം, മാർഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഖുർആനും ഹദീസും അത് വെച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടമനുസരിച്ച് പരിസരത്തെ താല്പര്യങ്ങൾ നോക്കി, സ്വാർത്ഥ താല്പര്യങ്ങൾ നോക്കി ഈ ആയത്തിനെയും ഹദീസുകളെയും ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഇസ്ലാമിൻ്റെ പേരിലുണ്ടായത്. അപ്പോൾ അതിനെ തടയാനുള്ള മാർഗം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യകാലക്കാർ പ്രവാചകനും അനുയായികളും ഈ ഖുർആനിനെയും ഹദീസുകളെയും എങ്ങനെ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കണം. അതിനെയാണ് എന്ത് വിളിക്കുക, മുൻഗാമികളുടെ മാർഗം, മൻഹജുസ് സലഫ് എന്നാണ് ഇതിന് സാധാരണ അറബിയിൽ ടേംസ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ആ ഭാഗം അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു വസ്തുതയാണ്. എന്നാൽ ഇതിനെ ഉണ്ണി കുഴപ്പമായി കാണുന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഇതെന്തോ ഒരു പ്രശ്നമായി കാണുന്നു എന്നുള്ള അദ്ദേഹം സ്ഥാപിക്കുന്നത്, അതാണ് ഇപ്പം നമുക്ക് അത്ഭുതമായി തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് അങ്ങനത്തെ ഒരു നിരീക്ഷണം ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. കാരണം അതിനെ അദ്ദേഹം കുഴപ്പമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ, ഒന്ന് ഇത് ശുദ്ധിവാദമാണ് എന്നാണ്.
ഈ ശുദ്ധിവാദം എന്നുള്ളത് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പ്യൂരിറ്റാനിസം എന്ന് പറഞ്ഞിട്ടൊരു സാങ്കേതിക ശബ്ദം ഈ വിഷയത്തിൽ കടന്നു വരാറുണ്ട്. അത് 16-17 നൂറ്റാണ്ടുകളിൽ പിന്നെ യൂറോപ്പിൽ രൂപം കൊണ്ട ഈ ക്രൈസ്തവ സഭകൾക്ക് ഇടയിൽ രൂപം കൊണ്ട ഒരു ആശയമാണത്. അതിൻ്റെ പേരിൽ കുറേ ഇഷ്യൂസുകൾ അതിലേക്ക് ഇത് ചേർത്തി കെട്ടി സംസാരിക്കുക. അത് ഇദ്ദേഹം മാത്രമല്ല, അരുണ് വേറെ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, മറ്റവരും സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു കൂട്ടിച്ചേർത്ത് സംസാരിക്കാറുണ്ട്. അതൊരിക്കലും ശരിയല്ല. അത് അദ്ദേഹം തിരുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന ഈ പിന്നെ മുൻഗാമികളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നതും ഇവർ ഈ പറയുന്ന പ്യൂരിറ്റാനിസത്തിലേക്ക് കൊണ്ടുപോകേണ്ട കൂട്ടിക്കെട്ടിക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്, ഈ ശുദ്ധിവാദം എന്നത് നിഷ്കളങ്കമായി എടുത്താൽ എന്താണ് കുഴപ്പമുള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്പോൾ ശുദ്ധിവാദം ഇതൊരു നിഷ്കളങ്കമായിട്ട് നമ്മൾ എടുക്കുക. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കൂട്ടിക്കെട്ടാതെ ശുദ്ധമായൊരു കാര്യം തന്നെയല്ലേ നമ്മൾ വാദിക്കേണ്ടത്. അതിനെന്താ കുഴപ്പമുള്ളത്? ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു പ്രോഡക്റ്റ് സമൂഹത്തിൽ ഇറങ്ങി, അതിന് ഒറിജിനൽ സാധനം കുറച്ച് കാലം ഓടി, അപ്പോൾ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങി എല്ലാവരും എന്താ പറയുക, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, ഇതിൻ്റെ ഒറിജിനൽ ഇതാണ്. ഒറിജിനലിലേക്ക് മടങ്ങണം എന്ന് പറയുന്നത് എന്താ കുഴപ്പമാകുമോ? അതേപോലെ തന്നെ നമുക്ക് പറയുമ്പോൾ പാല് ശുദ്ധമാണ്, പരിശുദ്ധമാണ്. ആ പാലിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്തു, വെള്ളം ചേർത്തു. വെള്ളം ചേർത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് വെള്ളം ചേർത്ത പാലാണ്, അതിൻ്റെ ശുദ്ധിയിലേക്ക് മടങ്ങണം. എന്താ അതിന് കുഴപ്പമുള്ളത്? അതിനൊരു കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ പാലക്കാട് പോകുമ്പോൾ കാണാം മുട്ടിക്കുളങ്ങര എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്. അവിടെ ഒരു എണ്ണ ഉണ്ട്. ആ എണ്ണ നാട് മുഴുവൻ കിട്ടും. അവിടെ അതിൻ്റെ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നാൽ ഒരു 5-8 കട ഉണ്ട് അവിടെ. ഇതിലേതാ ശരിയെന്ന് അറിയില്ല. അപ്പോഴും അവിടെ ആൾക്കാർ അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഏതാ അതിൻ്റെ വസ്തുത എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും, അതിലാണ് ആൾക്കാർ. അത് ഇവിടെ മൊത്തമുള്ള വിഷയമാണ് എന്ത്, ഒരു ഒറിജിനൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഡ്യൂപ്ലി ഇറങ്ങും. അപ്പോൾ പിന്നെ ആളുകൾ അന്വേഷിക്കുക അതിൻ്റെ ഒറിജിനൽ ഏതാണെന്നുള്ളത്. അതേപോലെ ഇസ്ലാമിൻ്റെ ഒറിജിൻ ആ പ്രവാചകൻ്റെ കാലമാണ്. അതിൽ പിന്നെ ഒരുപാട് കലർപ്പുകൾ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒറിജിനലിലേക്ക് മടങ്ങുന്നു. എന്തായാലും കുഴപ്പമുള്ളത്? അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആൾ അത് പ്രശ്നവൽക്കരിച്ച് പറയേണ്ട യാതൊരു കാര്യമല്ല. പിന്നെ കലർപ്പുകളെ സ്വീകരിക്കുന്നതാണ് ശരിക്ക് തെറ്റ്, കലർപ്പുകളെ ഒഴിവാക്കുന്നതാണ് എന്ത് ശരി. മനസ്സിലാക്കണം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ മുസ്ലിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുന്നതാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ആഖ്യാനിക്കുന്നത്. അതായത് ഈ ശുദ്ധിവാദം എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഇതെന്തോ ഇവിടുത്തെ കേരള മുസ്ലിങ്ങൾ ആകെന്തോ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അദ്ദേഹം അതാണ് ഞാൻ പറഞ്ഞ അപകടകരമാണ് പറഞ്ഞ് സ്ഥാപിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് അദ്ദേഹം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ മുൻഗാമികളിലേക്ക് മടങ്ങണം എന്ന് പറയുന്നത് അപകടമല്ല ഉണ്ടാക്കുക, അത് സുരക്ഷയുടെ കവചമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇസ്ലാമിൻ്റെ പേരിൽ തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലപാടുകളും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇതിലേതാണ് ഇസ്ലാം ഏതാണ് ഇസ്ലാം അല്ലാത്തത് എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനലിലേക്ക് നമ്മൾ മടങ്ങും. അത് മടങ്ങിക്കൊണ്ട് ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കും. അത് തർക്കമുണ്ടായാൽ പ്രഥമ സംബോധിതരിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ചൈനക്കാർക്കിടയിൽ ഒരു കളിയുണ്ട്. ആ കളീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 100 ആളൊക്കെ ഇങ്ങനെ ചുറ്റുമിരിക്കും, വട്ടത്തിലിരിക്കും. എന്നിട്ട് ഒരാളെന്ത് ചെയ്യും, തൊട്ട് പിന്നെ അടുത്തിരിക്കുന്ന ആളെ ചെവിയിൽ ഒരു സ്വകാര്യം പറയും, അയാൾ അടുത്ത ആളോട് പറയും. അങ്ങനെ പറഞ്ഞ് അവസാനം ഇടത് ഭാഗത്തിരിക്കുന്ന ആളെ 99ാമത്തെ ആളില്ലേ അയാളെടുത്ത് വരും. അയാൾ പിന്നെ ഈ പറഞ്ഞ ആളോട് എന്ത് ചെയ്യും, ആ കാര്യം പറയും. അത് കേൾക്കുമ്പോൾ ഇയാൾ ആദ്യം പറഞ്ഞതും ഈ കേട്ടതും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അത് സംഭവം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇതേപോലെ ആ നൂറ്റാണ്ടിൽ നിന്ന് ഇത്രയും കാലം ഇസ്ലാം സഞ്ചരിച്ച് വരുമ്പോൾ പല ആളുകൾ അത് പല കോലത്തിൽ പറഞ്ഞ് ഇതിൻ്റെ രൂപം മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിൽ കൺഫ്യൂഷൻ വരുമ്പോൾ അത് ആദ്യം ആരാ പറഞ്ഞത്, ആദ്യം കേട്ടോലാരാ, അതിനാണ് പ്രൈമറി ഓഡിയൻസ് എന്ന് പറയാം. അപ്പോൾ ആ പ്രൈമറി ഓഡിയൻസ് മനസ്സിലാക്കിയതുപോലെ ഇസ്ലാമിനെ മനസ്സിലാക്കണം, അതാണ് ഇതിൻ്റെ ശരി എന്ന് പറയുന്നതിൽ എന്ത് കുഴപ്പമുള്ളത്? അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ശരിക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇസ്ലാമിൽ എല്ലാ കലർപ്പുകളും ഞാൻ പറഞ്ഞത് സംരക്ഷണത്തിൻ്റെ കവചമാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരാൾ കിണറ്റിൽ വീണപ്പോൾ നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി കയറിട്ട് കൊടുത്തത് അയാൾ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കണ്ടു നിൽക്കുന്ന ഒരാൾ പറയുകയാണ് നിങ്ങൾ അയാൾക്ക് തൂങ്ങി മരിക്കാൻ വേണ്ടിയാണ് കയറിട്ട് കൊടുത്തത് പറഞ്ഞുണ്ടാവും. അതേപോലെയാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ശുദ്ധിവാദത്തെ പറ്റി പറയുന്നത്. ഈ ശുദ്ധിവാദം എന്തോ ഒരു അപകടമാണ്. യഥാർത്ഥത്തിൽ ഇത് അപകടമല്ല, ഇത് ഇസ്ലാമിൽ കയറി കൂടിയ കലർപ്പുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ തീവ്രവാദം, ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് പ്രധാനമായി ഇപ്പോൾ അടുത്ത കാലത്ത് കാരണമായത് ISIS എന്ന് പറയുന്ന ഭീകര സംഘടനയാണ്. കാരണം അവർക്ക് ഇസ്ലാമിൻ്റെ വേഷമുണ്ട്, ആളുകൾ ആ രീതിയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആൾക്കാരെ തല വെട്ടുന്ന വീഡിയോസ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഇസ്ലാം ഇത് ഇസ്ലാമിലുള്ള കലർപ്പാണ്. ഇസ്ലാമിൻ്റെ പേരിൽ സിയോണിസ്റ്റുകൾ കൊണ്ടുവന്ന കലർപ്പാണ്.
അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താ? അത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം എന്താ? പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആൾക്കാരെ തല വെട്ടിയിട്ടില്ല, അള്ളാഹു അക്ബർ ചൊല്ലിങ്ങാണ്ട് നിരപരാധികളെ കൊന്നിട്ടില്ല. ഈ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഭീകരവാദം എന്ന കലർപ്പിനെ ഇല്ലാതെയാക്കാനുള്ള ആയുധമാണെന്ത്? ഈ മുൻഗാമികളിലേക്ക് മടങ്ങുക. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധിവാദം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും മന്ത്രവാദം. ഇപ്പോൾ അവസാനം ഇപ്പോൾ കാസർഗോഡാണെന്ത് ഒരു വ്യക്തി മരണപ്പെട്ട് ഈ മന്ത്രവാദത്തിൻ്റെ പിടിയിൽപ്പെട്ട് ഇപ്പോൾ ഇവർ പറയുന്ന തദ്ദേശീയരായിട്ടുള്ള സംസ്ഥക്കാരെയൊക്കെ പറയുന്നുണ്ടല്ലോ, അവരുടെ ആളുകളാണല്ലോ ഇത്തരം കാര്യങ്ങൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് തെറ്റാണ്, അത് ഇസ്ലാമിലില്ല, ആ മന്ത്രവാദം തെറ്റാണ്. കാരണം ഒരു വ്യക്തിക്കും ദിവ്യത്വമില്ല, അത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിന് മാത്രമേ ഉള്ളൂ. അതാണ് ഏകദൈവ വിശ്വാസം. അപ്പോൾ ആ വിശ്വാസത്തിൽ മായം കലർന്നതാണെന്ത്? ഈ മന്ത്രവാദം ഉണ്ടാകാനുള്ള കാരണം, ഈ ചൂഷണം ഉണ്ടാകാനുള്ള കാരണം, ഈ സിദ്ധന്മാരുണ്ടാകാനുള്ള കാരണം, ഈ നാട്ടിലുള്ള എല്ലാ പുകിലുകളും ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ആദ്യകാലക്കാരങ്ങനെ ചെയ്തിട്ടില്ല. അത് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആ മന്ത്രവാദം എന്ന കലർപ്പിനെ നമ്മൾ ഒഴിവാക്കുന്നു. അതുപോലെ സാമ്പത്തിക രംഗത്ത് മതം വെച്ചുകൊണ്ട് നടക്കുന്ന ചൂഷണങ്ങൾ, ഇസ്ലാം ചൂഷണമല്ല, ഇസ്ലാമിൻ്റെ മുൻകാലക്കാരൻ ഇതില്ല, അങ്ങനെ ചൂഷണം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇപ്പോഴും അവർ നിഷേധിക്കുന്നു. പള്ളിയിലേക്ക് അവർക്ക് കയറാൻ സമ്മതിക്കൂല. അവരിപ്പോൾ പറഞ്ഞ് അവസാനം അടുത്ത റൂം ഉണ്ടാക്കിക്കുന്ന രൂപത്തിലേക്കാണ് പോയത്. പക്ഷേ നമ്മൾ പറയുന്നു പ്രവാചകൻ്റെ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീകൾ പള്ളിയിൽ പോയിട്ടുണ്ട്, ജുമായക്ക് പോയിട്ടുണ്ട്, ജമാഅത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾക്ക് അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യകാലം വെച്ചുകൊണ്ട് അപ്പോൾ അവസാനം ഇവരെവിടെ എത്തി? പടച്ചോൻ വാദമാണ്. ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി പടച്ചോനാണെന്ന് പറയുന്നത്. എന്തൊക്കെ കള്ളക്കറാമത്തുകളാണ് പറഞ്ഞത്. ഓടുന്ന ഫ്ലൈറ്റിനെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയും, മരണപ്പെട്ട വ്യക്തിയെ ജീവൻ കൊടുക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ എന്തൊക്കെ അബദ്ധവിശ്വാസങ്ങളാണ് പറയണത്. ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ എന്താണ്? സാമ്പ്രദായികമായി ഇവിടുത്തെ സൗകര്യങ്ങളോടും ഈ ചന്ദനക്കുട ഉറൂസും കാര്യങ്ങളൊക്കെ എന്താണോ നാട്ടിലുണ്ടാകുന്നത് അതിനോടൊക്കെ കൂട്ടി യോജിപ്പിച്ചു പോകുന്ന സംവിധാനമാണെന്ത്? സമസ്ത വിഭാഗങ്ങൾ. അപ്പോൾ ഇതൊന്നും വിമർശിക്കാൻ പാടില്ല, അതൊക്കെ ഇസ്ലാമായിട്ട് പരിഗണിക്കണമെന്ന്, ഈ പടച്ചോൻവാദം ഇസ്ലാമായിട്ട് പരിഗണിക്കണമെന്ന്. അപ്പോൾ ഇത് കലർപ്പാണ്. ഈ കലർപ്പ് ഇസ്ലാമിൽ കലർന്നതാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാചകൻ്റെ കാലത്തില്ല. പ്രവാചകൻ എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സുരക്ഷാ കവചമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ നാലാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ കലർപ്പുള്ള ഇസ്ലാമാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കലർപ്പ് ഇല്ലാത്തത് തീവ്രവാദമാണ് എന്നാണ്. ഇതാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നതിൽ ഏറ്റവും വലിയ അപകടം. അതായത് ഇവിടെ മുജാഹിദുകളെയോ ഇവിടെയുള്ള ഇപ്പോൾ നിലവിലുള്ള മുസ്ലിങ്ങളെയോ ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ വാചകം. അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് ആരുടെ നെഞ്ചത്താണ് കൊള്ളുന്നത് വെച്ചാൽ ഇസ്ലാമിൻ്റെ നെഞ്ചത്താണ് കൊള്ളുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചത്താണ് കൊള്ളുന്നത്, ഖുലഫാഉർ റാഷിദീങ്ങളുടെ നെഞ്ചത്താണ് കൊള്ളുന്നത്, ഉത്തമ തലമുറയുടെ നെഞ്ചത്താണ് കൊള്ളുന്നത്. എന്തിനധികം ഇതൊക്കെ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ ഉള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്നുണ്ട് ഖലീഫമാരുടെ കാലം എന്നൊക്കെ പറയുന്നത് ഒരു മോശപ്പെട്ട കാലമാണ് എന്നൊരു പൊതു ട്രെൻഡ് ഇവിടെ ഉണ്ട്. ആ ട്രെൻഡാണ് എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനം ഇപ്പോൾ ഏകദൈവ വിശ്വാസം വരെ പ്രശ്നമാണ് എന്നിടത്തേക്കാണ് എന്ത് ഇത്തരം എന്താ ഒരു ഏകദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കണം, എന്താ ഇത്ര വാശി പിടിക്കേണ്ടത്? ഇവിടുത്തെ സമസ്തക്കാരെന്താണ്? അവർക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഏകദൈവ വിശ്വാസമാണ്, അത് പറഞ്ഞാൽ വരെ ഇന്ന് പ്രശ്നമാണ് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുപോലെ മതപ്രബോധനം അതിന്ന് ഇവിടെ പ്രശ്നമാണ് എന്നുള്ള രൂപത്തിൽ പ്രശ്നവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് കുഴപ്പമെന്ന. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത് എങ്ങനെ കുഴപ്പമാകുക? ഇസ്ലാമല്ല, കമ്മ്യൂണിസം മാത്രമാണ് ശരിയെന്ന് കമ്മ്യൂണിസത്തിന് പറഞ്ഞൂടെ? കോൺഗ്രസ് മാത്രമാണ് ശരിയെന്ന് കോൺഗ്രസ്സിന് പറഞ്ഞൂടെ? എപ്പോഴാണ് പ്രശ്നമാകുക? ആ ശരി എല്ലാവരും നിർബന്ധപൂർവ്വം സ്വീകരിക്കണം. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന രീതിയിലേക്ക് ഒരു ഫാസിസത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോഴാണ്. അല്ലാതെ എൻ്റെ ശരി അതാണ് ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്നത് എന്താ കുഴപ്പമുള്ളത്? പക്ഷെ അതൊക്കെ ഇന്ന് പ്രശ്നവൽക്കരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനായിട്ട് നമ്മൾ ചേർത്ത് വായിക്കണം. അതുപോലെ ഇത് മതമൗലികവാദമാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലേക്കും കൊണ്ടുപോകുന്നത് നമ്മൾ കാണും. ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ സംസാരിക്കുമ്പോൾ കേവലം മുജാഹിദ് പ്രസ്ഥാനത്തെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിനെയാണ്, അതുപോലെ പ്രവാചകനെയാണ്, അതോടൊപ്പം ഇവിടുത്തെ ഗാന്ധിജിയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്, ജവഹർലാൽ നെഹ്റുവിനെ വിമർശിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്വാമി വിവേകാനന്ദനെ വിമർശിക്കുന്നുണ്ട്, അതേപോലെ മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിനെ വിമർശിക്കുന്നുണ്ട്, ബെർണാഡ് ഷേ വിമർശിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളമാണ്. ഇതെങ്ങനെ വിമർശിക്കണം അറിയും? ഇവരൊക്കെ പറഞ്ഞത് പ്രവാചകൻ്റെ കാലം വളരെ നന്നായിരുന്നു. മൈക്കിൾ എച്ച് ഹാർട്ട് 100 വ്യക്തികളെ കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞ 100 ആളുകളിൽ ഒന്നാമത്തെ ആളായിട്ട് പേരെഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ രീതിയും അത്രമേൽ എന്നെ ആകർഷിച്ചു എന്നാണ്. ആ കാലഘട്ടം ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞാൽ എന്താ? ഞാൻ ഉമറിൻ്റെ ഭരണത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ ഓൺ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്.
അപ്പോൾ അതാണ് ആ കാലഘട്ടത്തിൻ്റെ വാദമാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എങ്കിൽ അതിനെയാണ് ശുദ്ധിവാദം എന്ന് പറഞ്ഞ് അപരവൽക്കരിക്കുന്നതെങ്കിൽ ഇവരെയൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, നിഷേധിച്ച് തള്ളിക്കളയാണ്. അത് ചില്ലറ വിഷയമല്ല അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തെ അത്ര ആഴം അതിനുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏതായാലും ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഒരു അവിയൽ മുസ്ലിങ്ങളാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിങ്ങൾ പ്രശ്നമാകുന്നു എന്ന ഒരു നരേറ്റീവിലേക്കാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരം എന്ത് ചെയ്യുന്നത്, വന്നു ചേരുന്നത്. ഇസ്ലാമിൻ്റെ ഏത് കാര്യമാണ് ഇവിടെ ഭീഷണി ഉയർത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണം. വേണമെങ്കിൽ ആ നിലക്കൊരു ഡയലോഗ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇസ്ലാം പിന്നെ പറഞ്ഞ ഏത് കാര്യമാണ് ഇവിടെ മാനവതയ്ക്ക് എതിര് എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. നമുക്ക് ആ വിഷയത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ നമ്മളും തയ്യാറാണ്. എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാം ചൂഷണങ്ങൾക്ക് എതിരാണ്, കമ്പോള താല്പര്യങ്ങൾക്കെതിരാണ്. ഇപ്പം ഏകദൈവ വിശ്വാസം കൃത്യമായി ആളുകൾ വിശ്വസിക്കുന്നതോടുകൂടി സകല വിശ്വാസ ചൂഷണങ്ങളും അവസാനിക്കും. കാരണം ഇടയാളന്മാരെ വെക്കുമ്പോഴാണ് എന്ത് കാശ് കൊടുക്കേണ്ടി വരുന്നത്. ഇത് നേരിട്ടാവുമ്പോൾ എന്തില്ല, കാശില്ല. അപ്പോൾ മക്കയിലും മദീനത്തുമാണ് ഏറ്റവും കൂടുതൽ ലക്ഷങ്ങൾ ആളുകൾ കൂടുന്നത്. അവിടെ ഒരു ബോക്സ് വെച്ചാൽ കോടികൾ മിനിറ്റ് കൊണ്ട് കിട്ടും. പക്ഷെ വെച്ചിട്ടില്ലല്ലോ, കാരണം ആരാധിക്കാൻ എന്തില്ല, കാശ് ആവശ്യമില്ല. പക്ഷെ ഇവരൊക്കെ ഈ പുരോഹിതന്മാരൊക്കെ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇസ്ലാം ഏകദൈവ വിശ്വാസം വെക്കുന്നതോടുകൂടി ചൂഷണത്തിൻ്റെ വാതിൽ അടക്കും. അപ്പോൾ ചൂഷണത്തിൻ്റെ ആളുകൾക്ക് ഏകദൈവ വിശ്വാസത്തോടെ എന്തുണ്ടാവും, എതിർപ്പുണ്ടാവും. അതുപോലെ സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇവിടെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്കാർക്ക് എന്ത് ചെയ്യും, അത് തലവേദന ഉണ്ടാക്കും. ഇവിടെ പലിശ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. ഊഹക്കച്ചവടക്കാർക്കും വലിയ ബിസിനസ്മാൻമാർക്കും ഈ പലിശക്കണിയിൽ പിന്നെ ആളുകളെ പെടുത്തുന്ന ആളുകൾക്ക് സ്വാഭാവികമായും അവർ ഇസ്ലാമിനെ വിമർശിക്കും. വ്യഭിചാരം പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രവാദക്കാർക്ക് അത് സഹിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ മനുഷ്യ സൗഹാർദ്ദമാണ് ഇവിടെ നിലനിൽക്കേണ്ടതെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതിനർത്ഥം എന്താ, നമ്മളിപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് കണ്ടു, അതിൽ നിന്നൊരാൾ തെറിച്ചു പോകണം, അവൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് അവൻ ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ല അവൻ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. അവന് മനുഷ്യനാണ്, പച്ചക്കരളുള്ളൊരു ജീവിയാണ്, അവനെ സഹായിക്കണം. അവൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് പിടിക്കണം. പക്ഷേ മതപരമായി ലയിക്കാൻ പാടില്ല. മതം അങ്ങോട്ടും ഇങ്ങോട്ടും ലക്കും ദീനുക്കും വലിയ ദീന ഖുർആൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. പക്ഷെ ഇന്നിവിടെ കൊണ്ടുവരുന്ന രൂപം എന്താണെന്ന് വെച്ചാൽ സൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എല്ലാവരും എന്താവുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മതം കൈമാറുക. അത് അവസാനം ഐസ് വെള്ളത്തിലിട്ട പോലെ ഒരു ലായനിയായി മാറുക എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് സൗഹാർദ്ദം എന്നുള്ളത്. ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. അവനവൻ്റെ വിശ്വാസത്തിലും വ്യക്തിത്വത്തിലും നിൽക്കുക, തൻ്റെ ഏകദൈവ വിശ്വാസത്തിന് യോജിക്കാത്തൊരു കാര്യത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. എന്നാൽ ഒരാളെയും നിന്ദിക്കുവാനും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ദൈവങ്ങളെ നിന്ദിക്കാൻ പാടില്ല, മതങ്ങളെ നിന്ദിക്കാൻ പാടില്ല, മതപ്രബോധകരെ നിന്ദിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വേർതിരിവുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാതെ ഈ വിഷയം പറഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിനെ പറ്റിയ ഏറ്റവും വലിയ പറ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം ഏറ്റവും സെക്കുലറിസ്റ്റിൻ്റെ പക്ഷത്ത് നിന്നൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരവും നിരീക്ഷണങ്ങളും ആ ഒരു സെക്കുലറിസത്തിന് പുറത്തേക്ക് പോയോ എന്നുള്ളതാണ്. എന്താ പറയുക, ഒരു വലിയ അത്ഭുതത്തോടെയും നിരാശയോടെയുമാണ് സത്യത്തിൽ നമ്മൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഇത് കേട്ടത്. കാരണം നമ്മൾ പൊതുവേ അദ്ദേഹത്തെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഈ അടുത്തൊരു ദിവസം മൈത്രേയൻ ഒരു വിവാദമായ പ്രസ്താവന നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ബൈബിളിലുള്ളതുപോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു വാചകമെങ്കിലും ഖുർആനിലുണ്ടോ എന്ന് വെച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കണം. നമ്മളതൊന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, അദ്ദേഹം ഇത്രയും ഒക്കെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഖുർആൻ ഒരു തവണ പോലും അദ്ദേഹം വെറുതെ ഒന്നും മറിച്ച് നോക്കിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. അത്രമാത്രം അജ്ഞത ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കിത് കേട്ടപ്പോഴും മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിം സംഘടനകളെക്കുറിച്ച്, അവരുടെ ചരിത്രത്തെക്കുറിച്ച് ഒക്കെയുള്ള ഒരു പ്രാഥമിക ധാരണ ഉള്ള ഒരാൾ ഒരു പക്ഷേ പറയാൻ കുറച്ചെങ്കിലും മടിക്കാനുള്ള ചില കാര്യങ്ങൾ എന്തായാലും ഈ സംസാരത്തിൽ വന്നിട്ടുണ്ട്. ഇതിൽ 2-3 കാരണം. ഒന്ന്, ഇപ്പം നമുക്കറിയാം ആഗോളതലത്തിൽ ഈ സലഫി എക്സ്ട്രീമിസം, സലഫി തീവ്രവാദം എന്ന രൂപത്തിലുള്ള ചർച്ചകൾ വളരെ വ്യാപകമാണ്. ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും പലരും ഈ ഇസ്ലാമിനെ തന്നെയും വിമർശിക്കുന്നത്, പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ വിമർശിക്കുന്നത്. ഇതിലതിൻ്റെ ഒരു ചെറിയ ഒരു അനുരണനം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തൊരു എന്താ വെച്ചാൽ, ഇദ്ദേഹവും പറയുമ്പോൾ പലരും പറയുന്ന പോലെ വെച്ചാൽ ജമാഅത്തിനെയും മുജാഹിദിനെയും ചേർത്ത് വെച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ അജ്ഞതയാണ്. നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം ഈ പറഞ്ഞ പോലെ ശരിയാണ്, നമ്മൾ ശുദ്ധവാദക്കാരാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിൻ്റെ മറ്റേ ശരിയായ വശത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി വരുന്നത് അവരൊരിക്കലും എന്ത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സലഫുകളുടെ മാർഗം സ്വീകരിച്ചവരാന്ന് പറഞ്ഞിട്ടില്ല. അവർ രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ളൊരു ആശയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമ്മൾ യാതൊരു യോജിപ്പുമില്ല.
പരസ്പരം ഒരുപാട് വൈജാത്യത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ചേർത്ത് പറയുന്നത് അജ്ഞതയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇവിടെ ലീഗിൻ്റെ കൂടെ ഒരു വിഷയത്തെ ചേർത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം ഈ സമസ്ത പോലെയുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം തന്നെയാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ ആദാന പ്രദാനങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള അത്തരത്തിലുള്ളൊരു സമൂഹമാണ് കുറച്ചൊരു സെക്കുലർ സമൂഹം. ആ സെക്കുലർ സമൂഹത്തെ അല്ലേ ഇവർ പുണരേണ്ടതെന്നുള്ളതാണ്. ഇവിടെ രണ്ട് മാത്രമല്ല അദ്ദേഹം ഒന്നും കൂടെ പറയുന്നു, പകരം നിങ്ങൾ പുണരുന്നത് ഈ ജമാഅത്തിനെയും മുജാഹിദ് പ്രസ്ഥാനത്തിനാണ്. ഇവിടെ രണ്ട് അപകടങ്ങളുണ്ട്. ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ഇവിടെ സെക്യുലറായി എല്ലാവരും മുസ്ലിം സമുദായത്തോട് പറയുന്ന അല്ലെങ്കിൽ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഭിന്നിക്കരുത്. ഈ സമയത്ത് നിങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. കാരണം വലിയൊരു അപകടം മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാത്രവുമല്ല നിങ്ങളെ ചെറിയ ചെറിയ ഈ വൈജാത്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയുന്നതാണ്. പക്ഷേ ഇവിടെ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഈ വൈജാത്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഈ മുസ്ലിം ലീഗ് എന്താണ് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള തരത്തിൽ മുഴുവൻ സമുദായത്തെ ഒന്നിപ്പിക്കേണ്ടതല്ലേ? അവർക്ക് ആ ജോലിയല്ല ഉള്ളത്. അതിന് പകരം എന്താ വെച്ചാൽ അവർക്ക് ലീഗിന് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ശുദ്ധിവാദക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന മറ്റേ ദേശീയ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം എന്ന രൂപത്തിലാണ്. അതൊന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് എത്രമാത്രം ഇവർ പ്രശ്നക്കാരാണ് സ്ഥാപിച്ചു. അതാണ് ചില്ലറ വിഷയം, അതല്ല, അത് ഗൗരവമുള്ളൊരു വിഷയം. അറിയാതെ പറഞ്ഞായിരിക്കാം, പക്ഷേ എന്ത് ഗൗരവമാണ്. രണ്ടാമത്തത് ഇവരൊരു ചരിത്രം, ഈ സമസ്തയുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആർക്കെങ്കിലും ഇത് പുരോഗമനം എന്ന് പറയാൻ പറ്റുന്നത്? നമുക്കറിയാം ഈ നരകത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഭൗതിക വിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ടും എതിർത്തവർ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മറ്റ് വിദ്യാഭ്യാസങ്ങളൊന്നും തീട്ടില്ല. അവരെല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തിയ വിഭാഗം. എന്തിനേറെ ഇപ്പോൾ നമുക്കറിയാം മറ്റ് വിഭാഗങ്ങളോട് പോലും, ഇത് വിശദീകരണം പോലില്ല, മറ്റ് വിഭാഗങ്ങളോട് പോലും സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഇവരൊക്കെ എന്തായാലും പുരോഗമനവാദികളെല്ലാം പറയുന്ന മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് പോലും യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ആണ് പുരോഗമനവാദികൾ അല്ലെങ്കിൽ ആധുനികരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമൂഹത്തിനകത്തുണ്ടായിരുന്ന അതീവ അപകടകരമായ ഒരുപാട് കാര്യങ്ങളായത് പിഞ്ഞാണെഴുതി, ഏലക്ക്, വരേലസ്, ഉറുക്ക്, ഇതൊക്കെ ഈ പറഞ്ഞ മന്ത്രവാദം, സകലവിധ വിഷയങ്ങളൊക്കെ കെട്ടുപണഞ്ഞ് കടന്നിരുന്നൊരു സമൂഹത്തെ അതൊന്നും ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞ് ആധുനികമായ കാലഘട്ടത്തിൽ ശരികളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ, എന്നാൽ അതേസമയം വ്യതിരിക്തമായിട്ടൊരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഒരു ഇസ്ലാമിക വിഭാഗത്തെ, ആ വിഭാഗത്തിൻ്റെ പുരോഗമനത്തെ കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും രണ്ടാശയങ്ങളാണ്. ഇത് യോജിക്കണം എന്നല്ല എന്താ അർത്ഥമുള്ളത് അല്ലേ? അപ്പോൾ ഇവയെ യോജിപ്പിച്ചുകൊണ്ടൊരു ഒരു സാധനം ഉണ്ടാകുമ്പോൾ അത് പുരോഗമനാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് അപകടം എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ ഇന്ന് സംഭവിക്കുന്ന വെച്ചാൽ ഇസ്ലാമിന് ധാരാളം ബദലുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് സൂഫി ബദൽ ഉണ്ട്, ഫെമിനിസ്റ്റ് ബദലുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ബദൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു മൺസൂൺ ഇസ്ലാം എന്നൊരു പുസ്തകം ഇറങ്ങിയിരുന്നു. ഈ അടുത്തല്ല, അത് മലയാളത്തിൽ വന്നത്. അപ്പോൾ ആ പുസ്തകത്തിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നതിന് വ്യതിരിക്തമായിട്ട് ഈ നമ്മുടെ കോഴിക്കോടൻ സമൂഹം എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായ ഇസ്ലാമിനെ രൂപപ്പെടുത്തിയെന്ന് പറയാം. പക്ഷേ അതൊക്കെ ഈ കലർപ്പുള്ള അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിലുള്ള ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ അല്ലയോ എന്ന ചോദ്യമാണല്ലോ ചോദിക്കേണ്ടത്. എന്തായാലും അതിനു പകരം അദ്ദേഹം ഈ പറയുന്ന നിലവിൽ പലരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാലുഷ്യമാർന്ന അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത അവ്യക്തമായൊരാശയ ലോകത്ത് തന്നെ പെട്ടുപോയി എന്നുള്ളത് മാത്രമാണ് നമുക്കിന്നത്തെ സങ്കടമായിട്ട് തോന്നുന്നത്. തീർച്ചയായിട്ടും ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം ഈ ഒരു വിഷയത്തെ കൂടുതൽ പഠനവിധേയമാക്കണമെന്ന് സ്പോട്ട്ലൈറ്റ് ഏറ്റവും ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അഭ്യർത്ഥിക്കുകയാണ്.